പിന്നെയും ദിവസങ്ങൾ ഓടി മറഞ്ഞുകൊണ്ടിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിലൊന്നും ജാനിയും മയൂരും പരസ്പരം അവഗണിച്ചു. ശ്രീറാം ഒന്ന് രണ്ട് തവണ ജാനിയോട് സംസാരിക്കാൻ മുതിർന്നെങ്കിലും എന്തോ ശ്രീറാമിനെയും അവൾ അവഗണിച്ചു. ഫ്ലാറ്റിൽ വന്നാലും തമ്പുരുവിൽ നിന്നും മെറിൽ നിന്നുമെല്ലാം മാറി ഒതുങ്ങിക്കൂടിയിരിക്കാനേ അവൾ ശ്രമിച്ചുള്ളൂ. ചേച്ചിയുടെ ഈ മാറ്റം തമ്പുരു ശ്രദ്ധിച്ചില്ല. അവൾ മയൂരുമായി കൂടുതൽ അടുത്തു. രാത്രികാലങ്ങളിൽ അവനുമായി ഡെയിലി വീഡിയോ കോൾ ചെയ്യുകയും ഇടയ്ക്കിടെ അവൻ്റെ ഫ്ലാറ്റിലേക്ക് പോവുകയും ചെയ്യുമായിരുന്നു. ദിവസങ്ങൾ പിന്നെയും പോയിക്കൊണ്ടിരുന്നു. ഓരോ ദിവസം കഴിയും തോറും ജാനി എല്ലാവരിൽ നിന്നും അകന്ന് ഒറ്റപ്പെട്ട് ഒതുങ്ങിക്കൂടാനാണ് ശ്രമിച്ചത്. അങ്ങനെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് സെലിബ്രേഷൻ്റെ ദിവസം വന്നെത്തി. സാന്താക്ലോസായി വേഷമിട്ട ധാരാളം കുട്ടികൾ. സ്കൂൾ മുഴുവൻ ബലൂണുകളും അലങ്കാരപ്പണികളും ചെയ്ത് ഭംഗിയാക്കിയിട്ടിരിക്കുന്നു. അന്നു മുഴുവനും തമ്പുരു മയൂരിൻ്റെ കൂടെ തന്നെയായിരുന്നു. നല്ലൊരു ക്രിസ്മസ് ഗിഫ്റ്റ് അവൻ അവൾക്കായി സമ്മാനിച്ചു. എന്താ സാർ ഈ ഗിഫ്റ്റിലുള്ളത്? തമ്പുരു ആകാംക്ഷയോടെ ചോദിച്ചു. തുറന്നു നോക്ക്, അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. തുറന്നു നോക്കിയതും അവൾ അത്ഭുതപ്പെട്ടു പോയി. കറുത്ത കല്ല് വെച്ച കമ്മൽ. അവളുടെ കാതിൽ കിടന്നിരുന്ന പ്ലാസ്റ്റിക്കിന്റെ കമ്മൽ മാറ്റി ഈ സ്വർണ്ണ കമ്മൽ അവൻ അവളുടെ കാതിൽ അണിയിച്ചു കൊടുത്തു. കൊള്ളാമോ സാറേ? അവൾ സന്തോഷത്തോടെ ചോദിച്ചു. സൂപ്പറായിട്ടുണ്ട്, നീ ഒരു കൊച്ചു സുന്ദരി തന്നെ. ഈ വെളുത്ത മുഖത്തിന് കറുത്ത കല്ല് വെച്ച കമ്മലിട്ടപ്പോൾ മുഖത്തിന്റെ ഭംഗി ഒന്നും കൂടെ കൂടി. അവൻ്റെ കൈ അവളുടെ തോളിൽ കൂടി കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആണോ സാറേ, ഞാൻ സുന്ദരിയാണോ? അവൾ അല്പം നാണത്തോടെ ചോദിച്ചു. പിന്നല്ലാതെ, ഇത്രയും സൗന്ദര്യം ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല, അവൻ അവളുടെ മൂക്കിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. ഒന്ന് വെറുതെ ഇരിക്കും സാറേ, എനിക്ക് വേദനിക്കുന്നു, അവൾ അവൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് പറഞ്ഞു. ഞാൻ മോൾക്ക് ഒരു ഗിഫ്റ്റും കൂടെ തരട്ടെ? ഇനിയും ഗിഫ്റ്റ് ഉണ്ടോ? എന്താ സാറേ അത്? തിന്നാനുള്ള വല്ലതും ആണോ? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. തീറ്റ എന്നൊരൊറ്റ വിചാരം മാത്രമേ നിനക്കുള്ളൂ അല്ലേ കാന്താരി? അതൊന്നുമല്ല, നീ ഒന്ന് കണ്ണടക്കി. കണ്ണടയ്ക്കാനോ? എന്തിന്? കണ്ണടയ്ക്കാൻ പറഞ്ഞാൽ അടയ്ക്കുക, എങ്കിലല്ലേ ഗിഫ്റ്റ് തരാൻ പറ്റൂ. എ പ്രഷ്യസ് ഗിഫ്റ്റ്. അവൻ്റെ വാക്കുകൾ കേട്ടതും മനസ്സില്ലാ മനസ്സോടെ അവൾ കണ്ണുകൾ അടച്ചു കൈകൾ നീട്ടി നിന്നു. അവളുടെ നെറ്റിയിൽ അവൻ്റെ ചുണ്ടുകൾ അമർന്നതും അവൾ പരിഭ്രമത്തോടെ കണ്ണുകൾ തുറന്നു. രണ്ടടി പുറകോട്ട് നിന്നു. എന്താ മോളെ, മോള് പേടിച്ചോ? എന്തിനാ പേടിക്കണേ? ദിസ് ഈസ് മൈ പ്രഷ്യസ് ഗിഫ്റ്റ്. എൻ്റെ മോൾക്ക് ഞാൻ മനസ്സറിഞ്ഞ് തന്ന ഗിഫ്റ്റ്. തമ്പുരു അമ്പരപ്പ് വിട്ടുമാറാതെ രണ്ടടി കൂടി പുറകോട്ട് മാറി നിന്നു. മോൾ എന്തിനാ പേടിക്കണേ? അവൻ അവളുടെ അരികിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. മോൾക്ക് എന്നെ ഇഷ്ടമല്ലേ? അവൻ അവളുടെ തലയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു. ഇഷ്ടമാണ്, പക്ഷേ ഇതൊക്കെ തെറ്റല്ലേ സാറേ? തെറ്റോ? ഇതെങ്ങനെയാ മോളെ തെറ്റാകുന്നത്? സ്നേഹത്തിൻ്റെ തീവ്രത പ്രകടിപ്പിക്കാൻ ഉമ്മ തരുന്നതൊക്കെ സ്വാഭാവികമല്ലേ? മോളുടെ ചേച്ചി മോൾക്ക് ഉമ്മ തരാറില്ലേ? ചേച്ചിക്കും മോൾ ഉമ്മ കൊടുക്കാറില്ലേ? അതൊക്കെ പോട്ടെ, ഒരു പരിചയമില്ലാത്ത ഒരു ചെറിയ കുഞ്ഞിനെ കണ്ടാൽ നമ്മൾ വാത്സല്യത്തോടെ ഒരു ഉമ്മ കൊടുക്കില്ലേ? മോള് ഇതിനെ അങ്ങനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളെ ചേർത്ത് പിടിച്ചു. ക്രിസ്മസ് കേക്ക് മുറിച്ചും പരസ്പരം ഗിഫ്റ്റുകൾ കൈമാറിയും എല്ലാവരും സന്തോഷിക്കുന്ന സമയം. തമ്പുരു ഈസ് ഇൻ ഡേഞ്ചർ എന്ന ഒരു വാട്സപ്പ് മെസ്സേജ് ജാനിയുടെ ഫോണിലേക്ക് വന്നു. മെസ്സേജ് കണ്ടതും അവൾ അമ്പരന്നു പോയി. തമ്പുരു എവിടെ മെറിനെ? ജാനി വെപ്രാളത്തോടെ ചോദിച്ചു. അറിയില്ല, ഇന്ന് സ്കൂളിൽ വന്നതിൽ പിന്നെ ഞാൻ അവളെ കണ്ടിട്ടില്ല. എന്താ ജാനി? ഒന്നുമില്ല, ഞാൻ ഇപ്പോൾ വരാം എന്ന് മെറിനോട് പറഞ്ഞ ശേഷം അവൾ വെപ്രാളപ്പെട്ട് അവിടെ നിന്ന് ഓടിപ്പോയി. വലിയൊരു അപകടത്തിലേക്കാണ് താൻ പോകുന്നത് എന്നറിയാതെ. വാട്സപ്പ് മെസ്സേജ് കണ്ട് പേടിച്ച് അവൾ തമ്പുരുവിനെ അന്വേഷിച്ച് ക്ലാസ് റൂമുകൾ മുഴുവൻ അലയാൻ തുടങ്ങി. ഓരോ റൂമിലും തിരഞ്ഞ് അന്വേഷിച്ച് നടക്കവേ അവളുടെ ഫോണിലേക്ക് മറ്റൊരു മെസ്സേജ് കൂടി വന്നു. അത് കണ്ടതും അവൾ കമ്പ്യൂട്ടർ ലാബിലേക്ക് ഓടിപ്പോയി. ലാബിൽ എത്തിയ പാടെ അവൾ ലൈറ്റ് ഇട്ടു. വലിയ ലാബായതിനാൽ അവൾ അവിടെയെല്ലാം തമ്പുരു എന്ന് വിളിച്ച് ഓടി നടന്ന് അലഞ്ഞുകൊണ്ടിരുന്നു. ലാബിൽ മുഴുവൻ തിരഞ്ഞിട്ടും തമ്പുരുവിനെ കാണാൻ കഴിഞ്ഞില്ല. നിരാശയോടെ അവൾ പിന്നിലേക്ക് തിരിഞ്ഞതും പിന്നിൽ നിൽക്കുന്ന ആളിൽ ശരീരം തട്ടി. വെപ്രാളത്തോടെ അവൾ മുഖത്തേക്ക് നോക്കി. അവളെ നോക്കി ഗൗരവത്തോടെ നിൽക്കുന്ന മയൂരിനെയാണ് അവൾ അവിടെ കണ്ടത്. ഇതാടോ ഒരു കള്ളത്തരം പോലെ എല്ലാവരും അവിടെ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ താൻ എന്തിനാണ് ഇവിടെ ഒറ്റയ്ക്ക് ലാബിലേക്ക് വന്നത്? ഗൗരവത്തോടെ മയൂർ ചോദിച്ചു. എൻ്റെ മോളെവിടെ? മോളോ? എന്നോടാണോ ചോദ്യം? നിന്റെ ചോദ്യം കേട്ടാൽ തോന്നുമല്ലോ നീ അവളെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയതെന്ന്. അവൻ അല്പം പരിഹാസത്തോടെ പറഞ്ഞു. എൻ്റെ കുഞ്ഞെവിടെയാന്നാ ഞാൻ ചോദിച്ചത്. ഇത് നല്ല തമാശ.
ഞാൻ അവളെ രാവിലെ കണ്ടതാ. ഞാനൊരു ക്രിസ്മസ് ഗിഫ്റ്റും അവൾക്ക് കൊടുക്കുകയും ചെയ്തു. പിന്നെ ഞാൻ അവളെ കണ്ടിട്ടില്ല. അവരും അവിടെ ആഘോഷിക്കുമ്പോൾ താൻ ഒറ്റയ്ക്ക് ഇവിടേക്ക് വരുന്നത് കണ്ടിട്ടാണ് ഞാൻ പിന്നാലെ വന്നത്. ജാനിയുടെ മുഖത്തെ പേടി കണ്ടതും കാര്യം അത്ര നിസ്സാരമല്ല എന്ന് അവന് മനസ്സിലായി. എന്താ ജാനി? അവളുടെ വാട്സപ്പിൽ വന്ന മെസ്സേജ് അവൾ അവന് കാണിച്ചു കൊടുത്തു. ഇതിലെന്തോ ചതിയുണ്ട്, വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവളെയും കൂട്ടി ലാബിന്റെ ഡോറ് തുറക്കാൻ ശ്രമിച്ചതും ഡോറ് തുറക്കാൻ കഴിഞ്ഞില്ല. പുറത്തുനിന്നും ആരോ പൂട്ടിയിരിക്കുന്നു, മയൂർ പരിഭ്രമത്തോടെ പറഞ്ഞു. കൂട്ടുകാരെ, ആരായിരിക്കും ജാനി ടീച്ചറെയും മയൂർനാഥനെയും ലാബിൽ പൂട്ടിയിട്ടത്? നിങ്ങൾക്ക് വല്ല ഐഡിയയുമുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. പിന്നെ ഇവിടെ തൃശ്ശൂരൊക്കെ വെള്ളപ്പൊക്കമാണ്, നല്ല മഴയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊന്നും സ്കൂളുണ്ടായിരുന്നില്ല. അവർ വീട്ടിലുള്ളപ്പോൾ പകലൊരു വരി റെക്കോർഡ് ചെയ്യാനും സമ്മതിക്കില്ല. അവർ ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ റെക്കോർഡ് ചെയ്യാനിരുന്നത്. പിന്നെ എന്താ, വീട്ടിലേക്ക് വെള്ളം കയറിയിട്ടൊന്നുമില്ല, ഞങ്ങളുടെ കുറച്ച് ഉയർന്ന പ്രദേശമാണ്. പക്ഷേ ഞങ്ങൾ ജാഗ്രതയിലാണ്. പ്രിയ കൂട്ടുകാരെ, തൃശ്ശൂർ നല്ല മഴയാണ്. അതുകൊണ്ട് തന്നെ കറണ്ട് എപ്പോഴാണ് പോവാന്നറിയില്ല. ഞാനിപ്പോൾ കറണ്ട് വന്ന സമയത്ത് റെക്കോർഡ് ചെയ്തതാ. കറണ്ടിന് വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടായില്ലെങ്കിൽ ഞാൻ ഒരു പാർട്ടും കൂടിയും തരാം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കേൾക്കാൻ ശ്രമിക്കണേ. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നുണ്ട്. ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.